തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി എന്നാണ് CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പി സന്തോഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. തെക്കൻ കേരളത്തിലും മധ്യ തിരുവിതാംകൂറിലും ശബരിമല വിവാദം പ്രതികൂലമായി ബാധിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് ജനം നൽകിയ ഷോക്കാണ്. തെറ്റുകൾ മുന്നണി കൂട്ടായി തിരുത്തി മുന്നേറും. തെരഞ്ഞെടുപ്പ് ദിവസത്തെ MM മണിയുടെ പ്രസ്താവന വകതിരിവില്ലായ്മയാണെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. നമുക്കൊന്ന് കേട്ടുവരാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇടതുമുന്നണിക്ക് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. CPIയുടെ മുതിർന്ന നേതാവ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സന്തോഷ് കുമാർ റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നു. ശരിക്കും എന്താണ് കേരളത്തിൽ ഇടതുമുന്നണിക്ക് LDFന് സംഭവിച്ചത്? പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് LDF ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളും. ഓരോ പരാജയവും LDF സ്വാഭാവികമായിട്ടും നിലവിലുള്ള സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഗംഭീരമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ശബരിമലയുമായി ബന്ധപ്പെട്ട മധ്യ തിരുവിതാംകൂറും തെക്കൻ കേരളവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാര്യങ്ങൾ ഭാവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭാവിച്ചിട്ടുണ്ട് കുറെ കൂടി. സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഇടതുപക്ഷത്തിന് ജനങ്ങൾ ഒരു ഷോക്ക് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഒരു അലാം ബെല്ലെന്നൊക്കെ പറയില്ല, അത് കിട്ടിയിരിക്കുന്നത് വേണം കണക്കാക്കാൻ. അത് നല്ല കാര്യം കൂടി ഒരർത്ഥത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു, ജനവിധി ഉൾക്കൊള്ളുന്നു. ആ പോസിറ്റീവായി എടുത്തുകൊണ്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. LDF പരാജയപ്പെട്ടാൽ ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് എല്ലാവർക്കുമാണ്. CPMനുണ്ട്, CPIക്കുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള വലുതും ചെറുതും അല്ലാത്തതുമായിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. ഞാൻ അതിനകത്ത് ഇനം തിരിച്ച് ഒറ്റ തിരിച്ച് ഇന്നവരുടെ കാര്യം എന്ന് പറയുന്നില്ല. അതിപ്പോൾ ഈ MM മണിയെ പോലുള്ളവർ പറയുന്ന പോലത്തെ ഈ ചില ഈ പെട്ടെന്ന് വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് വകതിരിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. നല്ല വകതിരിവോട് കൂടിയിട്ട് എടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവരും എടുത്തുകൊണ്ട് അതിനകത്ത് ആരെങ്കിലും മേനി നടിക്കാതെ അല്ലെങ്കിലും ആരെങ്കിലും ഒരു സെക്ഷൻ മാത്രമാണ് കുറ്റക്കാരെന്നൊന്നും പറയാതെ കൃത്യമായൊരു പരിശോധന നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. അതിനേക്കാൾ ഉപരിയായി അപ്രതീക്ഷിതമായ തിരിച്ചടി പല ഭാഗങ്ങളിൽ ഉണ്ടായി. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ടിന് അർഹതയുണ്ടായിരുന്നു. അതെന്താണ്? അതിപ്പോൾ CPMന്റെ മാത്രം ഒരു പരാജയമായിട്ട് ഉത്തരവാദിത്വമായിട്ടും ഞങ്ങൾ കാണുന്നില്ല. CPMനോട് പറയാനുള്ളത്, മറ്റ് കക്ഷികളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ CPIക്ക് കേൾക്കാനുള്ളത് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയായിരിക്കും. പക്ഷേ LDF ഒരു മുന്നണി എന്നുള്ള നിലയിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് CPI MP നമ്മളോട് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന്, ഈ തെക്കൻ കേരളത്തിലും മധ്യ തിരുവിതാംകൂറിലും സ്വർണ്ണപ്പാളി വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടൊരു സംഗമം സംഘടിപ്പിച്ചിരുന്നു പന്തളത്ത്. ആ പന്തളത്ത് ബദൽ സംഗമം സംഘടിപ്പിച്ച സ്ഥലത്ത് BJPക്ക് ഭരണം പോയി എന്ന് മാത്രമല്ല, BJP 3-ാം സ്ഥാനത്താവുകയും ചെയ്തു. അവിടെ 1-ാം സ്ഥാനത്ത് LDF വരികയും ചെയ്തു. ശബരിമല ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ പന്തളത്ത് എങ്ങനെയാണ് LDF 1-ാം സ്ഥാനത്ത് വരിക? ഒരു ചോദ്യമല്ലേ? അങ്ങോട്ടൊരു ചോദ്യം മറുഭാഗത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇന്നിപ്പോൾ പാർട്ടികൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കും.